ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ കഴിഞ്ഞ നമ്മളുടെ സ്റ്റിച്ചിങ് ട്യൂട്ടോറിയൽ വീഡിയോയിൽ നൂല് കോർക്കുന്നതും മെഷീനിൽ എണ്ണ ഇടുന്നതും ഒക്കെ ആയിട്ടുള്ള അതും തയ്യൽ മെഷീൻ ചവിട്ടി പഠിക്കുന്നതുമായിട്ടുള്ള വീഡിയോ ഒക്കെ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കിനി ഡ്രസ്സുകൾ തയ്ച്ച് തുടങ്ങാനായിട്ട് നമ്മൾ ഏറ്റവും ആദ്യം തയ്ക്കേണ്ടതെന്ന് വെച്ചാൽ കുഞ്ഞുടുപ്പാണ്. നമ്മൾ സ്റ്റിച്ചിങ് പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം തയ്ച്ച് പഠിക്കുന്നത് കുഞ്ഞുടുപ്പാണ്. അപ്പോൾ നമുക്ക് കുഞ്ഞുടുപ്പ് അളവെടുത്ത് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നവജാത ശിശുവിൻ്റെ കുഞ്ഞുടുപ്പിനെ ചെസ്റ്റ് കവർ എന്നും പറയാറുണ്ട്. അപ്പോൾ ഈ കുഞ്ഞുടുപ്പിൻ്റെ നെഞ്ചളവ് വരുന്നതെന്ന് വെച്ചാൽ 14 ഇഞ്ചാണ്. അപ്പോൾ 14 ഇഞ്ച് നെഞ്ചളവിന് 4 ഇഞ്ച് അയവിടണം. കുഞ്ഞുങ്ങളുടെ ഡ്രസ്സാകുമ്പോൾ അയവിട്ടല്ലേ ഞങ്ങൾ ഇടാറുള്ളത്. അപ്പോൾ 14 ഇഞ്ച് ചെസ്റ്റ് വണ്ണവും 4 ഇഞ്ച് അയവ് ഇടണം. അതിനുശേഷം 1 ഇഞ്ച് നമ്മുടെ പുറകിലത്തെ ഒരു ഓപ്പൺ ചുരുട്ടി മടക്കി അടിക്കാനായിട്ട് 1 ഇഞ്ച് വിട്ടേക്കണം. അങ്ങനെ ടോട്ടൽ 19 ഇഞ്ച് വണ്ണം എടുക്കണം. അതിനുശേഷം 12 ഇഞ്ച് ഇറക്കവും 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ടേക്കണം. താഴ്ഭാഗം മടക്കിയടിക്കാനും മുകളിലത്തെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാനുമായിട്ട് 1 ഇഞ്ച് ഇട്ടേക്കണം. അപ്പോൾ നമുക്ക് കുഞ്ഞുടുപ്പ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണോ നോക്കാം. അളവ് ടേപ്പിൽ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണോ നോക്കാം. അത് കഴിഞ്ഞിട്ട് സ്റ്റിച്ചിങ്ങിലോട്ട് പോകും. അപ്പോൾ ഞാൻ ഇവിടെ കുഞ്ഞുടുപ്പ് തയ്ക്കാനായിട്ടൊരു കോട്ടൺ തുണി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവ് വരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ വീതി വരുന്നത് 19 ഇഞ്ചും ഇതിൻ്റെ ഇറക്കം വരുന്നത് 14 ഇഞ്ചുമായിട്ടാണ്. അടുത്തതായിട്ട് ഈ തുണി നമ്മൾ രണ്ടായിട്ടൊന്ന് മടക്കിയെടുക്കണം. ഇതിൻ്റെ സെൻറ്റർ ഭാഗം കിട്ടാനായിട്ട് ഈ തുണി രണ്ടായിട്ടൊന്ന് മടക്കണം. അതായത് വീതി രണ്ടായിട്ടൊന്ന് മടക്കിയെടുക്കണം. എന്നിട്ട് ആ വീതിയുടെ ആ നടുക്ക് ഭാഗം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒരു അടയാളം വരത്തക്ക രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ തുണിയൊന്ന് തുറക്കാം. തുറന്നതിന് ശേഷം നമുക്ക് ആ നടുക്ക് ഭാഗത്തുള്ള ഒരു അടയാളം നമുക്ക് കാണാൻ പറ്റും. ആ ഒരു നടുക്ക് സെൻറ്റർ ഭാഗത്തുള്ള ഒരു വര നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് വശത്തു നിന്നും ആ നടുക്കുള്ള ആ ഒരു വരയിലേക്ക് ഈ തുണി ഇങ്ങനെ ഒന്ന് പിടിച്ചൊന്ന് വെച്ച് കൊടുക്കണം. രണ്ട് വശത്തു നിന്നും പിടിച്ചൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ അതേ ഈ ഒരു രീതി കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഇതാണ് നമ്മുടെ കുഞ്ഞുടുപ്പിൻ്റെ ആ ഒരു ഓപ്പണിങ് വരുന്ന സൈഡ്. ഇനി നമുക്കിതിൽ കൈക്കുഴിയും കഴുത്തും വെട്ടിയെടുക്കുന്ന ആ ഒരു ജോലി കൂടിയുള്ളൂ. അപ്പോൾ നമുക്ക് കൈക്കുഴിയും കഴുത്തും വെട്ടിയെടുക്കാനായിട്ട് പോവാം. അപ്പോൾ അതേ ഇതൊരു 9.5 ഇഞ്ച് അളവുണ്ട്. നമ്മളിപ്പോൾ ടോട്ടൽ 19 ഇഞ്ചാണ് വീതി വരുന്നത്. അതിൻ്റെ പകുതി കറക്റ്റ് പകുതി 9.5 ഇഞ്ച് വീതിയും 14 ഇഞ്ച് ഇറക്കം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കൈക്കുഴിയും കഴുത്തും വെട്ടിയെടുക്കാം. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു വശത്ത് പിടിച്ചുകൊണ്ട് ഈ ഒരു വീതി വീണ്ടും നമ്മൾ 4ആയിട്ട് മടക്കുകയാണ്. നേരത്തെ ഞങ്ങൾ 2ആയിട്ട് മടക്കി, ഇനി ഇതിനെ 4ആയിട്ട് മടക്കുകയാണ്. ഇനി ഇങ്ങനെ മടക്കിയതിന് ശേഷമാണ് നമ്മൾ കഴുത്തൊക്കെ വെട്ടിയെടുക്കാൻ പോകുന്നത്. കഴുത്ത് വെട്ടാനായിട്ട് ഇതൊന്ന് ചരിച്ച് വെച്ചതിന് ശേഷം അളവെടുക്കാനായിട്ടാണ് ഇതൊന്ന് ചരിച്ച് വയ്ക്കണം. അതിന് ശേഷം നമുക്ക് കഴുത്തും കൈക്കുഴിയും ഒന്ന് അളവെടുത്ത് വെട്ടിക്കൊടുക്കാം. അപ്പോൾ നമുക്ക് അതിനായിട്ടൊരു ടാപ്പ് എടുത്തതിന് ശേഷം നമുക്ക് കഴുത്തകലം മാർക്ക് ചെയ്യാം. കഴുത്തകലം 1.5 ഇഞ്ച് കഴുത്തകലം മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം കഴുത്തിറക്കമാണ്. കഴുത്തിറക്കം നമ്മൾ 3 ഇഞ്ചാണ് ഇടാനുള്ളത്. അപ്പം 3 ഇഞ്ച് അകലത്തിൽ കഴുത്തിറക്കവും മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഇതുപോലെ സ്ക്വയറായിട്ടൊന്ന് ജോയിൻ്റ് ചെയ്ത് 90 ഡിഗ്രിയിൽ ഒന്ന് 2 വരെയും ജോയിൻ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു കർവ്ഡ് ലൈൻ വരച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ കഴുത്ത് വരച്ചെടുത്തിട്ടുണ്ട്. ക്ലിയറായിട്ട് കാണാൻ പറ്റുമെന്നറിയത്തില്ല. ഞാൻ വരയ്ക്കാനെടുത്തൊന്ന് ലൈറ്റ് കളറായി പോയിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിയറായിട്ട് ഇപ്പോൾ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. കഴുത്ത് വരച്ചേക്കുന്നൊന്ന് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ 1.5 ഇഞ്ച് വീതിയും 3 ഇഞ്ച് ഇറക്കം ഇട്ട് കഴുത്ത് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൈക്കുഴി മാർക്ക് ചെയ്യാം. അതിന് മുമ്പായിട്ട് ഷോൾഡർ വരയ്ക്കേണ്ടതുണ്ട്. കൈക്കുഴിയുടെ വീതി എടുക്കുക, നിങ്ങൾ ഷോൾഡറിൻ്റെ വീതിയാണ് എടുക്കുന്നത്. ഷോൾഡർ ഇതുപോലെ 1.5 ഇഞ്ച് ഷോൾഡർ വീതി ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൈക്കുഴിയുടേത് ഓട്ടോമാറ്റിക്കലി അപ്പുറത്ത് ആ ഒരു കൈക്കുഴിയുടെ വീതി വന്നോളും. ഇനി നമ്മൾ കൈയിറക്കം
3.5 ഇഞ്ചാണ് ഇടുന്നത്. കഴുത്തിറക്കം 3 ഇഞ്ച്, കൈക്കുഴി ഇറക്കം 3.5 ഇഞ്ചും ഇട്ട് നേരത്തെ പോലെ തന്നെ 90 ഡിഗ്രി മാർക്ക് ചെയ്ത് കർവ്ഡായിട്ടൊരു ലൈൻ വരയ്ക്കണം. ലൈൻ വരച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് കൈക്കുഴിയും കഴുത്തും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഫുൾ വ്യൂ കാണിച്ചു തരുവാണെങ്കിൽ ഇതാണ് നമ്മുടെ കുഞ്ഞുടുപ്പ്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകാം. അതുപോലെ തന്നെ നമുക്ക് ആ കുഞ്ഞുടുപ്പിൻ്റെ വള്ളി സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു ഇഞ്ച് വീതിയിലും ഇറക്കം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ഇറക്കം എടുക്കാം. ഇറക്കത്തിൽ ഒരു തുണി കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ആ കുഞ്ഞുടുപ്പിൻ്റെ ആ ഒരു കഴുത്ത് ബാക്ക് വശത്ത് ഒന്ന് ജോയിൻ്റ് ചെയ്യാനായിട്ടാണ് ഈ വള്ളി സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വള്ളി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ കുഞ്ഞുടുപ്പിൻ്റെ ആ ഒരു തുണി. അപ്പോൾ ഇത് കൈക്കുഴി, ഇത് കഴുത്ത് വരുന്ന ഭാഗമാണ്. ഇത് കഴുത്ത് വരുന്നത്. അടുത്തത് ഇത് കൈക്കുഴി. അതിനുശേഷം വീണ്ടും നമ്മുടെ കഴുത്ത് വരുന്ന ഭാഗമാണ്. അതിനുശേഷമുള്ളത് കൈക്കുഴി, അടുത്ത കൈക്കുഴി. പിന്നെ ഇത് ആദ്യം എടുത്ത കഴുത്തിൻ്റെ ബാക്കി ഭാഗമാണ്. അപ്പോൾ ഇതെല്ലാം നമ്മളൊന്ന് ആദ്യം ഒന്ന് ചുരുട്ടി അടിക്കണം. ചുരുട്ടി തയ്ച്ചതിന് ശേഷം ഇത് കുഞ്ഞുടുപ്പിൻ്റെ ഒരു ഓപ്പണിങ്, രണ്ട് ഭാഗത്തെ ഓപ്പണിങ് ഒന്ന് മടക്കി അടിക്കണം. അതിന് ശേഷം താഴ്ഭാഗം, കുഞ്ഞുടുപ്പിൻ്റെ താഴ്ഭാഗം ഒന്ന് മടക്കി അടിക്കണം. അതിന് ശേഷം നമ്മൾ ഷോൾഡർ ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഈ രണ്ട് ഷോൾഡറും ചേർത്ത് പിടിച്ച് ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഈ രണ്ട് വശത്തെ ആ ഒരു വള്ളി ഇങ്ങോട്ട് ഒന്ന് തയ്ച്ച് ചേർത്ത് കൊടുത്താൽ നമ്മുടെ കുഞ്ഞുടുപ്പ് റെഡിയായി. അപ്പോൾ നമുക്ക് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. What's wrong? Something isn't right. Don't feel I belong in the light. Passion has gone and love's taken flight. Things just feel heavy tonight. I'm tasting no tears, I'm fighting no fears, but still there's a hole in my heart. Not on my own, but I feel it sometimes, wondering what should I do. For reasons unknown, I don't need to decide. It's true that I don't have a clue. I'm tasting no tears, I'm fighting no fears, but still there's a hole in my heart. I'm wasting no time, I'm losing my mind, here till the day depart. Don't know what's wrong, something isn't right. Don't feel I belong in the light. Passion has gone and love's taken flight. Things just feel heavy tonight. Just feel heavy tonight.
ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. അതുപോലെ തന്നെ ചെയ്യണം. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടിരുന്ന നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും അടുത്തൊരു വീഡിയോ വീണ്ടും വരാം. അതുവരേക്കും ബൈ.